മണ്ഡലത്തിൽ ഇപ്പൊ LDF അതിന് സംശയമില്ല. ഭൂരിപക്ഷം കൂടോ? ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. പല UDF-നും LDF-നും അങ്ങോട്ടും ഇങ്ങോട്ടും ചില ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ. എന്തായാലും ജയിക്കും LDF. MLA-യുടെ പ്രകടനം മികച്ചതാണ്. MLA-യുടെ പ്രകടനം മികച്ച പ്രകടനമാണ്. LDF ജയിക്കും. ഇപ്പോഴത്തെ MLA CH കുഞ്ഞമ്പു ഇപ്പോഴത്തെ MLA നല്ല വികസനം ഉണ്ടാക്കിയ MLA ആണ്. ഇവിടെ മറ്റേ പാർക്കും കാര്യത്തിലെല്ലാം എല്ലാം നല്ല വികസനമാണ്. അത് ആർക്ക് UDF-ന് ഒന്നും പറയാൻ പറ്റില്ല, തെറ്റു പറയാൻ പറ്റില്ല. നല്ല വികസനം. ഭൂരിപക്ഷം കൂടും. ഭൂരിപക്ഷം കൂടുന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ കുറച്ച് ടൈറ്റാണ്, എന്നാലും ജയിക്കുന്നേരം ഉറപ്പ്. പുതുമയില് സാധ്യത അടുത്തയില് UDF-ന് വരാനുള്ള സാധ്യതയാ കാണുന്നുണ്ടോ? കാലങ്ങളായിട്ട് LDF ജയിച്ചുകൊണ്ടുണ്ട്. മോശമൊന്നുമല്ല, എന്നാലും സ്വതവേ നോക്കുകയാണെങ്കിൽ 2 വർഷമായില്ല LDF ജയിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ UDF വരാനുള്ള സാധ്യത. ഇടതുവശത്തിനാണ് സാധ്യത. അതെന്തുകൊണ്ടാ? ഇവിടുത്തെ ട്രെൻഡ് എങ്ങനെയാണ് ഇടതുവശത്തിന്? MLA-യുടെ പ്രകടനം മികച്ചാണോ? ശരാശരി LDF. ഇപ്പോഴത്തെ MLA ജയിക്കണോ? മണ്ഡലത്തില് കാലകാലങ്ങളായിട്ട് പിന്നെ LDF-ന്റെ ഒരു മണ്ഡലമാണ്. പക്ഷെങ്കില് ഒരു വികസനം ഒരിടയ്ക്ക് പുതുമ മണ്ഡലത്തിലുണ്ട്. UDF-ന്റെ ഒരു MLA ജയിച്ചു വരുമോ? UDF-ന്റെ MLA മുൻപ് ജയിച്ചിരുന്നു. KP കുഞ്ഞിക്കണ്ണൻ. ഇപ്രാവശ്യം ജയിക്കാൻ ചാൻസ് ഉണ്ടോ? ജയിക്കാൻ ചാൻസ് ഉണ്ടോന്നല്ല, ജയിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം വന്നു. LDF തന്നെ. MLA-യുടെ പ്രവർത്തനമൊക്കെ പുതുമയില് ഈ തദ്ദേശ സ്ഥാപന വോട്ടെടുപ്പിന് ശേഷം ഒരു തരംഗം ഉണ്ടാവും തോന്നുന്നു. UDF-ന് ചാൻസ് കാണുന്നുണ്ട്. പ്രതിഫലിക്കും തോന്നുന്നു. അത് UDF ജയിക്കാൻ ചാൻസ് ഉണ്ട്. MLA-യുടെ പ്രവർത്തനം തൃപ്തികരമാണോ? MLA-ന്റെ പ്രവർത്തനം തൃപ്തികരമാണ്. പക്ഷേ ഭരണം മാറണം എന്നുള്ളതുകൊണ്ട് UDF ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നാണോ? ചാൻസ് ഉണ്ടെന്നാണ്. പുതുമയില് ഇപ്പം UDF-ന്റെ അധികം വരും. പുതുമയിലാർക്കാ സാധ്യത? സാധാരണ LDF-ന്. LDF. MLA നല്ല പ്രവർത്തനമാണോ? നല്ല പ്രവർത്തനം, കുഴപ്പമില്ല. നല്ല LDF-ന്റെ സ്ഥാനാർത്ഥികൾ നല്ല പ്രവർത്തനമാണ്. നല്ല റോഡുകൾ നല്ല രീതിയിൽ മോശമായില്ല. വേറെ ഒന്നും പറയാനില്ല. അപ്പൊ ഇതൊക്കെയാണ് ഉദുമയിലെ വോട്ടർമാർക്ക് പറയാനുള്ളത്. ഇനി അടുത്ത മണ്ഡലത്തിൽ കാഞ്ഞങ്ങാട്. അപ്പോൾ സി ടൈം സിലക്ഷൻ റൈഡ് തുടരുന്നു. പ്ലീസ് ഫോളോ.